ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം, അതിന് മറുപടി പറയാതെ നിങ്ങളെ ഞാൻ വിടില്ല. മാറ്റി നിർത്തണമോ ഇവരെ? അതെന്ത് മര്യാദ അത്? ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. കുറ്റക്കാർക്ക് അതിൻ്റെതായ ശിക്ഷകളല്ലേ നമ്മൾ ഉറപ്പാക്കുന്നത്, അല്ലാതെ ഒരു പരിഷ്കൃത സമൂഹം ഏതാ സിനിമയിൽ അവിടെ വീണ്ടും തുടരുക എന്നുള്ളത് ഇത്തരം സിനിമയിൽ ഒരാളുടെ സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റില്ല. അതല്ല ഉദ്ദേശം, പിന്നെ ചൂടാണ്ട് ഇല്ല. അത് പറ്റില്ല. അയാളൊരു കവിത എഴുതുകയോ ഒരു കഥ എഴുതുകയോ ഒരു സിനിമ ചെയ്യുകയോ ചെയ്താൽ അതിനെ നിരോധിക്കാൻ നിങ്ങൾക്ക് അതിനെ ബഹിഷ്കരിക്കാം, നിരോധിക്കാൻ പറ്റില്ല. പറ്റുമോ? അത് ഉത്തരം പറ. അത് കുറ്റകൃത്യം എന്ന് പറയുന്നത് അത് തെളിയിക്കപ്പെടുമ്പോഴാണ്. കുറ്റാരോപിതർ എന്ന നിലയ്ക്ക് വേണം അവരെ ഇപ്പോൾ കാണാൻ. അങ്ങനെയല്ലേ അതിന്റെ ഒരു സമീപനം വേണ്ടത്? 100% ഞാൻ യോജിക്കുന്നു. എങ്ങോട്ട് മാറി നിൽക്കാൻ? രാജ്യം വിടണോ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. അങ്ങനെയല്ല, അവർ ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്, തുടർന്നും ജീവിക്കുന്നത് ഇവിടെ തന്നെയായിരിക്കും. അവർക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനും അത് അന്വേഷിക്കാനും കണ്ടെത്താനും യുക്തമായ നടപടികൾ സ്വീകരിക്കാനും ഞാനും നിങ്ങളും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. അത് മുന്നോട്ട് പോകും. കുടിക്കണ്ട, ഇതിന് കാശ് വേണ്ട. വടി കൊടുത്ത് അടി വാങ്ങുന്നവർക്ക് ഒരു സോഡ ഫ്രീ ഉണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നില്ലേ? ഇത് ഉൾപ്പെടുന്നില്ലേ? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഒന്നുകൂടെ അവിടെ പോയിട്ട് കേട്ട് നോക്കൂ. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. മാറി നിൽക്കാൻ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? നിങ്ങൾ എത്ര പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട്? എവിടെ? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. മാധ്യമരംഗത്ത് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട ആളുകൾ എല്ലാവരും അതേ മാധ്യമം അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ ജോലിയിൽ പ്രവർത്തിക്കുന്നില്ലേ? അങ്ങനെ മാറ്റി നിർത്തൽ എങ്ങനെയാണ്? ഈ രാജ്യത്തെ സമൂഹത്തിൽ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളുണ്ട്, ശിക്ഷ അനുഭവിച്ചവരുണ്ട്. അവർ തിരിച്ചു വന്നാൽ അവരെ നാട് കടത്തുമോ? അങ്ങനെയല്ലല്ലോ പരിഷ്കൃത സമൂഹത്തിലെ ശിക്ഷാ സമ്പ്രദായം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. അങ്ങനെ ഞാൻ പറഞ്ഞോ? നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കണോ? വേറെ ആളെ നോക്കണം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. കുറ്റാരോപിതരെ മാറ്റി നിർത്തുന്ന ഒരു നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടോ? ഉണ്ടോ? ധാർമ്മികതയാണോ രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും തീരുമാനിക്കപ്പെടുന്നത്? നിങ്ങൾ ഏത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവർത്തിക്കുക? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നോ അതിന്റെ ധാർമ്മികത. അതിനേക്കാൾ വലിയ സാമൂഹ്യ ധാർമ്മികതയൊന്നും ഒരാൾക്കുമില്ല, ആർക്കും അവകാശപ്പെടാനുമില്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഉണ്ടോ? ഞാൻ 5 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. മിണ്ടിപ്പോയി. Don't you bloody try to trouble me ever again for such petty flimsy issues. എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തി.